സഖാക്കളെ, ഞാനിന്ന് എൻ്റെ സുഹൃത്ത് അടൂർ ഗോവിന്ദൻകുട്ടിയുടെ ചാനലിൽ ഒരു ചർച്ച കാണാനിടയായി. ആ ചർച്ച പിന്നെ ഒരു ഡിബേറ്റാണ്. നല്ല ഡിബേറ്റ് എന്ന് പറയാൻ പറ്റില്ല, ഒരു നല്ല രണ്ടുപേരിരുന്നിട്ടുള്ള നല്ല മനോഹരമായ ചർച്ച. ആ ചർച്ചയ്ക്കകത്ത് പങ്കെടുത്തത് ഒന്ന് AP അഹമ്മദ് മാഷാണ്, ഒന്ന് TG മോഹൻദാസാണ്. TG മോഹൻദാസിനെ അധികം പരിചയപ്പെടുത്തേണ്ട ആവശ്യമുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. ഭാരതീയ വിചാര കേന്ദ്രത്തിന്റെ ഭാരവാഹിയായിരുന്നു, സൈദ്ധാന്തികനാണ്, ഒരു RSS അനുകൂല സൈദ്ധാന്തികനാണ്. പ്രായത്തിന്റെ ചില പ്രശ്നങ്ങളൊക്കെ ചിലപ്പോൾ സംസാരിക്കുമ്പോഴൊക്കെ കുറച്ച് ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടാവാറുണ്ട്. പക്ഷെ എന്നാൽ തന്നെ കാര്യങ്ങൾ നന്നായി പഠിച്ച് അവതരിപ്പിക്കുന്ന ഒരാളാണ്. പിന്നെ അങ്ങനെയുള്ള മനുഷ്യനാണ്. നമ്മളൊക്കെ ബഹുമാനിക്കുന്ന വ്യക്തിയാണ്. ഞാൻ TGയെ ഒരു 1.5 മാസം മുമ്പ് കണ്ടിരുന്നു, 2 മാസം മുമ്പ് മറ്റേ ഭാരത് ലൈവിന്റെ സ്റ്റുഡിയോയുടെ അവിടെ നിന്ന് കുഴിക്കാലിൽ വെച്ചിട്ട് ഞങ്ങൾ തമ്മിൽ കണ്ട് സംസാരിച്ചിരുന്നു. മറ്റൊന്ന് AP അഹമ്മദ് മാഷ്. AP അഹമ്മദ് മാഷ് ഞാനുമായിട്ടൊരു ഞാൻ PDCക്ക് പഠിക്കുന്ന സമയം തൊട്ട് 15 വർഷത്തെ ബന്ധമുണ്ട്. AP അഹമ്മദ് മാഷ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അദ്ദേഹം പ്രഭാഷകനാണ്, എഴുത്തുകാരനാണ്, അതേപോലെ തന്നെ പിന്നെ നല്ല വായനക്കാരനാണ്, നല്ല രാഷ്ട്രീയ ബോധമുള്ള ആളാണ്. അദ്ദേഹത്തെ PDCക്ക് പഠിക്കുമ്പോൾ തന്നെ അദ്ദേഹം ഈ മാറാട് കലാപത്തിന്റെ സമയത്ത് അദ്ദേഹത്തിന്റെ ഒരു പ്രസംഗം അക്കാലത്ത് കേരളത്തിലെ ഏറ്റവും വലിയ, അന്ന് CD-യുടെ കാലമാണ്, അത് പിന്നെ ബെസ്റ്റ് സെല്ലർ ആയിരുന്നു അദ്ദേഹത്തിന്റെ CD, മാറാട് കത്തുമ്പോൾ എന്ന പ്രസംഗം. അക്കാലത്തൊക്കെ അദ്ദേഹത്തിന്റെ ഡേറ്റ് കിട്ടാൻ വേണ്ടി, അദ്ദേഹം CPM സഹയാത്രികനായിരുന്നു, അദ്ദേഹത്തിന്റെ ഡേറ്റ് കിട്ടാൻ വേണ്ടി എല്ലാവരും കാത്തിരുന്ന സമയമുണ്ട്. ഈ AP അഹമ്മദ് മാഷ് പിന്നീട് പൂക്കാസയുടെ സംസ്ഥാന കമ്മിറ്റി മെമ്പറായി. അന്തരിച്ചുപോയ കമ്മ്യൂണിസ്റ്റ് സൈദ്ധാന്തികൻ, ഫ്രോയിഡിയൻ ആശയത്തിന്റെ പ്രചാരകൻ, പിന്നെ പ്രിയപ്പെട്ട പ്രൊഫസർ MN വിജയൻ മാഷത്തെ കൂടെ അദ്ദേഹം പ്രസിഡന്റ് ആവുമ്പോഴും, അതേപോലെ തന്നെ കടമ്മനിട്ട രാമകൃഷ്ണൻ, സാക്ഷാൽ MB രാഘവനെ പരാജയപ്പെടുത്തി ആറന്മുളയിൽ നിന്ന് നിയമസഭയിലേക്ക് തെരഞ്ഞെടുക്കപ്പെട്ട മുൻ MLA-യും സാഹിത്യകാരനുമായിട്ടുള്ള കടമ്മനിട്ട രാമകൃഷ്ണൻ പ്രസിഡന്റ് ആകുമ്പോൾ അദ്ദേഹത്തിന്റെ കൂടെയും ഒക്കെ പൂക്കാസയുടെ സംസ്ഥാന കമ്മിറ്റിയിൽ പ്രവർത്തിച്ചിട്ടുള്ള ഒരാളാണ് ഈ AP അഹമ്മദ് മാഷ്. AP ഞാൻ തമ്മിൽ വളരെ അടുത്ത ബന്ധം, വളരെ അടുത്ത സുഹൃത്താണ്. എന്ത് കാര്യത്തിലും എനിക്കത് സംശയ നിവാരണം ഉണ്ടെങ്കിൽ പോലും ഞാൻ അദ്ദേഹത്തെ വിളിക്കുക, എന്നെ ഇടാന്നെ കുറിച്ച് സംസാരിക്കുക. കാരണം വെച്ചാൽ പിന്നെ ഞങ്ങൾ ഇതിനിടയ്ക്ക് 2022 അദ്ദേഹത്തെ ആദ്യമായിട്ട് ഈ ദൃശ്യമാധ്യമങ്ങളുടെ മുമ്പിൽ കൊണ്ടുവന്നത് ഞാനാണ്. അതേ ചാനലിൽ തന്നെയാണ് ഞാൻ ഇന്റർവ്യൂ നടത്തിയിട്ട് 3 എപ്പിസോഡായിട്ട് ചെയ്തിരുന്നത്. പിന്നെ മാത്രമല്ല, പിന്നീട് അദ്ദേഹത്തിന്റെ ഇതെടുക്കുമ്പോൾ അദ്ദേഹം ആദ്യം വില്ലേജ് എക്സ്റ്റൻഷൻ ഓഫീസറായിരുന്നു. അത് കഴിഞ്ഞിട്ട് പിന്നീട് അദ്ദേഹം പ്രവാസിയായി 10 വർഷം പ്രവർത്തിച്ചു. അറബി, അതേപോലെ തന്നെ ഇംഗ്ലീഷ്, മലയാളം തുടങ്ങിയിട്ടുള്ള എല്ലാ ഭാഷകളിലും നല്ല പ്രാവീണ്യമുള്ള ആളാണ് AP അഹമ്മദ് മാഷ്. AP പൂക്കാസയിൽ അങ്ങനെ നിൽക്കുമ്പം പിണറായി വിജയനും MN വിജയനും തമ്മിൽ പ്രശ്നം ഉണ്ടാകുമ്പം ഏത് വിജയനാണ് ശരി എന്നുള്ളത് നോക്കിയിട്ട് ആ നിലപാടിന്റെ പുറത്ത് പൂക്കാസയുടെ സംസ്ഥാന കമ്മിറ്റി അംഗത്വം നല്ല ചെറിയ പ്രായത്തിൽ വലിച്ചെറിഞ്ഞ് അതിൽ നിന്നിട്ട് ഇറങ്ങിപ്പോന്ന ആളാണ്. പുറത്താക്കിയൊന്നല്ല, പുള്ളിയുടെ വിട്ടുപോന്നു. വിജയമാഷുമായിട്ട് നല്ല ബന്ധം ഉണ്ടായിരുന്ന. അത് കഴിഞ്ഞിട്ട് പിന്നെ AP വീണ്ടും പിന്നെ വായനയുടെയും എഴുത്തിന്റെയൊക്കെ ലോകത്തൂടെ പോയി പ്രവാസ ജീവിതമൊക്കെയായി തിരിച്ചു വന്നു കഴിഞ്ഞു. CPI-യുടെ കലാസാഹിത്യ പിന്നെ സാംസ്കാരിക സംഘടനയായിട്ടുള്ള യുവകലാസാഹിതിയിൽ ആയിട്ട് ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്നു. അവരുടെ സംസ്ഥാന ഭാരവാഹിയൊക്കെ ആവുന്നു. അപ്പൊ ഇദ്ദേഹം അതിനിടയ്ക്ക് RSSന്റെ വേദിയിൽ പങ്കെടുത്തു. ഒരു സംവാദമായിരുന്നു, സംവാദത്തിൽ പങ്കെടുത്തു എന്നുള്ള കാരണം കൊണ്ട് ഇദ്ദേഹത്തെ അതിൽ നിന്ന് പുറത്താക്കാൻ തീരുമാനിച്ചവര്. ആലോചിച്ച് നോക്കണം, സംവാദത്തിലാണ് പങ്കെടുക്കുന്നത്. അപ്പൊ ഈ ചർച്ചയ്ക്കകത്ത് TG മോഹൻദാസ് പറയുന്നുണ്ട്. TG മോഹൻദാസ് പണ്ട് വർഷങ്ങൾക്ക് മുമ്പാണ് ഈ ജമാഅത്ത് ഇസ്ലാമിയുടെ ഒരു സംവാദത്തിൽ പിന്നെ P പരമേശ്വരനായിരുന്നു വിളിച്ചിരുന്നു. പക്ഷെ അദ്ദേഹത്തിന് പോകാൻ പറ്റാത്തതുകൊണ്ട് TG വിട്ടു. TG പോയിട്ട് പിന്നെ ഖുർആനെതിരെയും പ്രവാചകനെതിരെയും ഒക്കെ വല്ലാതെ രൂക്ഷമായി സംസാരിച്ചു എന്ന് പറഞ്ഞു. പക്ഷേ ജമാഅത്ത് ഇസ്ലാമിക്കാർ അദ്ദേഹത്തെ വളരെ അതിനെല്ലാം ശേഷം സ്വീകരിച്ച് പിന്നെ ഭക്ഷണം കൊടുത്ത് നല്ല രീതിയിൽ തന്നെ, കാരണം അദ്ദേഹം അങ്ങനെ പറയുള്ളൂന്നറിയാം. അത് മാത്രമല്ല, അബ്ദുറഹ്മാൻ, മാധ്യമത്തിന്റെ പഴയ ഭാരവാഹിയായിരുന്ന പത്രാധിപരായിരുന്ന അബ്ദുറഹ്മാൻ ആ വേദിയിലുണ്ടായിരുന്നു. പക്ഷെ അബ്ദുറഹ്മാനും വളരെ മാന്യമായിട്ടാണ് പെരുമാറിയെന്ന് പറഞ്ഞു. അത് കഴിഞ്ഞിട്ട് SIയുടെ പരിപാടിക്ക് അദ്ദേഹത്തെ വിളിച്ചു. അവിടെ പോയപ്പോൾ പറഞ്ഞു വിദ്യാർത്ഥി സംഘടനകൾ പിരിച്ചുവിടണം. SIO മാത്രമല്ല, SFIയും ABVPയും KSUം എല്ലാം പിരിച്ചുവിടണം. എന്റെ അഭിപ്രായം അത് തന്നെ കേട്ടോ. കാരണം ഇന്നത്തെ കാലത്ത് വിദ്യാർത്ഥി സംഘടനകളെ കൊണ്ട് നമുക്ക് ശല്യമാണ്. പണ്ട് വിദ്യാർത്ഥികളുടെ ജനാധിപത്യപരമായിട്ടുള്ള അവകാശങ്ങൾ സംരക്ഷിക്കാൻ ഇത്തരം സംഘടനകൾ വേണമെന്നൊക്കെ ഉണ്ടായിരുന്നെങ്കിൽ അവർക്കെല്ലാം പോയി. ഞാൻ CPI-യിലേക്കാണ് വരുന്നത്. അതിനു മുമ്പ് ആമുഖമായിട്ട് കാര്യം പറയാം. അവർ തമ്മിൽ നടത്തിയിട്ടുള്ള ചർച്ച അങ്ങനെ പിന്നെ പറഞ്ഞതിന് ശേഷവും അദ്ദേഹത്തെ പിന്നെ വളരെ പിന്നെ പിന്നെ വിഭവസമൃദ്ധമായ സദ്യ കൊടുത്ത് വളരെ ആ രീതിയിൽ പിന്നെ മാന്യമായ രീതിയിലാണ് പറഞ്ഞയച്ചതെന്ന് പറഞ്ഞു. സംവാദങ്ങൾ വേണം. ഞാൻ ഒരുപാട് സംവാദങ്ങളിൽ പങ്കെടുത്തിട്ടുള്ള ആളാണ്, ഒരുപാട് വേദികളിൽ സംസാരിച്ചിട്ടുള്ള ആളായിരുന്നു. നാട്ടിൽ നിന്ന് തന്നെ ഞാൻ ഈ AP സുന്നികളുടെ വേദിയിൽ പങ്കെടുത്തിട്ടുണ്ട്. അതേപോലെ തന്നെ അന്തരിച്ചുപോയ മുജാഹിദിന്റെ യുവജന വിഭാഗത്തിന്റെ നേതാവായിരുന്ന പിന്നെ വർത്തമാനം പത്രം തുടങ്ങുമ്പം അതിന്റെ ആദ്യത്തെ പിന്നെ എഡിറ്ററായിരുന്ന
അന്തരിച്ചുപോയ അബൂബക്കർ കാരക്കുന്ന് സാഹിബ് അദ്ദേഹത്തിന്റെ കൂടെ വേദി പങ്കിട്ടിട്ടുണ്ട്. ഒക്കെ നാട്ടിൽ ചെറിയ പ്രായത്തിലാണ്. പിന്നെ ജമാഅത്തെ ഇസ്ലാമിയുടെ സംസ്ഥാന അമീറായിരുന്ന ഷൈഖ് മുഹമ്മദ് കാരക്കുന്നിന്റെ കൂടെ ഞാൻ വേദി പങ്കിട്ടിട്ടുണ്ട്. അത് ഇറാഖ് യുദ്ധകാലത്തൊക്കെയാണ്. പിന്നെ ആ സമയത്ത് ഗൾഫിൽ പോയതിനു ശേഷം പിന്നീട് മുജാഹിദ് പ്രസ്ഥാനങ്ങളുടെ വേദിയിൽ പിന്നെ ഏറ്റവും കൂടുതൽ പങ്കെടുത്തിട്ടുള്ള 2 സംഘടനകളുടെയാണ്. ഒന്ന് ജമാഅത്തെ ഇസ്ലാമിയുടെ വേദികളിൽ നിരന്തരമായിട്ട് വിളിക്കുകയായിരുന്നു. നമ്മൾ പറയാനുള്ള അഭിപ്രായം നമ്മൾ പറയും, നമ്മൾ അവരെ എതിർത്ത് തന്നെ പറയാറുള്ളത്. പിന്നെ ഒന്ന് AP പിന്നെ വിഭാഗത്തിന്റെ റിസാല സ്റ്റഡീസ് സർക്കിൾ, അവിടെ നമ്മളെ അഭിപ്രായം പറയും, അവരവരുടെ അഭിപ്രായം പറയും, ഒരു ഡിബേറ്റ് പോലെ ചെയ്യും. മനുഷ്യൻ തമ്മിൽ കത്തിയെടുത്ത് കുത്തുന്നതിനേക്കാൾ നല്ലതല്ലേ തമ്മിൽ സംസാരിക്കുന്നത്? അഭിപ്രായ വ്യത്യാസങ്ങൾ പരസ്പരം പറയുക എന്നുള്ളതാണ്. ഇന്ന് അങ്ങനത്തെ സംവാദത്തിന് അനുവദിക്കുന്നില്ല CPI പോലും. ഇദ്ദേഹം RSSന്റെ വേദിയിൽ പങ്കെടുത്തു. അവിടെ പോയിട്ട് എന്തായാലും RSSന്റെ രാഷ്ട്രീയമല്ലോ AP എന്ന് പറഞ്ഞത്, അത് തിരിച്ചറിയണ്ടേ? ആ കഴിവ് പോലും ഇല്ലാത്ത ഈ പൊട്ടന്മാര് ഇയാളെടുത്ത് ഒഴിവാക്കി. ഇതിന്റെ പിന്നിലുള്ള കാരണം CPIക്കകത്ത് ഗ്രൂപ്പീസാണ്. മരിച്ചുപോയി എഴുതിയിട്ടൊരു മനുഷ്യനും വിശുദ്ധനാവുന്നില്ല. കാനൻ രാജേന്ദ്രൻ എന്ന് പറയുന്ന ഒരു ആള് കമ്മ്യൂണിസ്റ്റ് ആയിരുന്നില്ല, വൃത്തികെട്ട മനുഷ്യനായിരുന്നു എന്നുള്ള അഭിപ്രായത്തിലാണ് ഞാനിപ്പോൾ ഉറച്ചു നിൽക്കുന്നത്. ഒരാളെയും മരിച്ചുപോയി എന്ന് കണ്ട് വിശുദ്ധനായിട്ട് നമുക്ക് പറയാൻ പറ്റില്ല. നാഥറാം വിനായക് ഗോഡ്സെ മരിച്ചുപോയി നിന്നിട്ട് നല്ലവനാവുമോ? ഒസാമ ബിൻ ലാദൻ മരിച്ചുപോയി നിന്നിട്ട് നല്ലവനാവുമോ? ഹിറ്റ്ലർ മരിച്ചുപോയി നിന്നിട്ട് നല്ലവനാവുമോ? മുസോളിനി മരിച്ചുപോയി നിന്നിട്ട് നല്ലവനാവുമോ? സ്റ്റാലിൻ സോവിയറ്റ് യൂണിയനിലെ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിനെ ഈ രീതിയിൽ നശിപ്പിച്ചു കളഞ്ഞതിൽ ഗോർബച്ചോവിനേക്കാൾ വലിയ പങ്ക് വഹിച്ച ആള് സ്റ്റാലിൻ പിന്നെ ചത്തുപോയി നിന്നിട്ട് സ്റ്റാലിൻ വിശുദ്ധനാവുമോ? സ്റ്റാലിനിസം എന്നൊക്കെ പറഞ്ഞിട്ട് ഒമാര് പൊക്കിക്കൊണ്ട് നടക്കണ്ടല്ലോ. അതുകൊണ്ട് ഞാൻ പറയാം, കാനൻ രാജേന്ദ്രൻ എന്ന് പറയുന്ന ഒരു മനുഷ്യൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ എന്ന് പറയുന്ന ഈ CPI എന്ന് പറയുന്ന ഇന്ത്യയിലെ ആദ്യത്തെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ കേരളത്തിനകത്ത് നശിപ്പിച്ച് ഇതിനകത്ത് പിന്നെ ഉള്ള ഏറ്റവും വലിയ പങ്ക് വഹിച്ച ഒരു നികഷ്ടജീവിയായിരുന്നു. മരിച്ചു പോയതുകൊണ്ടേ പറയുന്നില്ല, ജീവിച്ചിരിക്കണമെങ്കിൽ ഞാൻ പറയുന്നു നികഷ്ടജീവിയായിരുന്നു എന്നുള്ളത്. വേണ്ട, CPIന്റെ പിന്നെ അടുത്ത പ്രവർത്തനം എന്താ? അപ്പോ പാലക്കാട് ജില്ലയിൽ സുരേഷ് രാജുണ്ട്, മലപ്പുറത്തൊരു സുനീറുണ്ട്. സുനീർ രാജ്യസഭയ്ക്ക് പയച്ചിക്കുക. പിന്നെ ഈ ബിനോ വിശ്വം എന്ന് പറഞ്ഞാൽ ഒന്നിനും കൊള്ളാത്തൊരു സാധനം, ചവറ് സാധനം. ഇയാൾ ഇമേജ് ബിൽഡിംഗ് മാത്രമേ ഉള്ളൂ ബിനോ വിശ്വത്തിന്. ബിനോ വിശ്വത്തിന് എന്ന് വെച്ചാൽ ഒരു ഫേക്ക് ഇമേജ് ഉണ്ടാക്കുക, ആത്മാർത്ഥ രാഷ്ട്രീയമല്ല. എല്ലാ ഗ്രൂപ്പുകളിലും പങ്കിടുന്ന എല്ലാ കാലത്തും അധികാരത്തിന്റെ കൂടെ പോകാൻ താല്പര്യമുള്ള ഒരാൾ തന്നെയായിരുന്നു. രാജ്യസഭയ്ക്ക് പോകുമ്പോൾ രാജ്യസഭയ്ക്ക്, മന്ത്രിയാവണമെങ്കിൽ മന്ത്രിയാവും, പിന്നെ ജനയുഗത്തിന്റെ പത്രാധിപരാണെങ്കിൽ അതാവും. അങ്ങനെ കൊണ്ടുനടന്നിരുന്ന ആളാണ്. എന്ത് വൃത്തികേടും കാണിക്കും. ചിരിച്ചുകൊണ്ട് കെടുത്തെടുക്കുക എന്ന് പറയില്ലേ, അങ്ങനെയുണ്ട്. ചിരിച്ചുകൊണ്ടാണ്. പുള്ളി സൗമ്യനാണ്. ആൾക്കാരുടെ മുമ്പിൽ, പത്രങ്ങളുടെ മുമ്പിലെല്ലാം ഇമേജ് ഉണ്ടാക്കും, മീഡിയയുടെ മുമ്പിൽ, പാർട്ടി പ്രവർത്തകരുടെ മുമ്പിൽ ഇമേജ് ഉണ്ടാക്കും. ബിനോയ് വിശ്വം ഒരു കോപ്പുമല്ല. ബിനോയ് വിശ്വം ഈ പ്രസ്ഥാനത്തിനെ തകർത്തിട്ടേ അടങ്ങുള്ളൂ എന്നുള്ള രീതിയിലാണ് പോണത്. ബിനോയ് വിശ്വത്തിന്റെ താല്പര്യങ്ങൾ, ബിനോയ് വിശ്വം വരുന്നതന്നെ എങ്ങനെ, അതിന്റെ ആ സമയത്ത് തന്നെ ചർച്ച ഉണ്ടായിരുന്നു. പിന്നെ മറ്റുള്ളവരുടെ പേരുകൾ ഉയർന്നു വന്നപ്പോൾ അതിനകത്ത് വന്നിന്റെ വീതുണ്ട്, സീതുവാരുണ്ട്, ഇസ്മായിൽ ഈ പാർട്ടിക്കകത്ത് ഏറ്റവും വലിയ ത്യാഗം സഹിച്ചിട്ടുള്ള ആളാണ്. ഒരു മുസ്ലിം കമ്മ്യൂണിറ്റി എന്നൊക്കെ അക്കാലത്തിൽ കേരളം കടന്നു വരിക എന്ന് പറഞ്ഞാൽ എത്ര റിസ്ക് ഉണ്ടെന്ന് നിങ്ങൾ വിചാരം? നല്ലോണം ബുദ്ധിമുട്ടി വന്നിട്ടുള്ള പാലക്കാട് ജില്ലയിൽ ഔദ്യോഗിക പക്ഷം തന്നെ ഇവർ നിൽക്കുക. പക്ഷെ കേരളത്തിൽ നിന്ന് ഇസ്മായിലിനോടാണ് CPIയിലെ പ്രവർത്തകർക്ക് ഏറ്റവും കൂടുതൽ താല്പര്യമുള്ളത്. അദ്ദേഹത്തിന്റെ മുഖത്ത് നോക്കിയാൽ ഒരു കർക്കശഭാവ. കാരണം എന്താ വെച്ചാൽ റിട്ടയർഡ് ആർമിയിൽ പ്രവർത്തിച്ച കുറച്ചു കാലം. ഈ പട്ടാളത്തിൽ പ്രവർത്തിക്കുന്നവരുടെ മുഖത്തൊക്കെ എപ്പോഴും സൗമ്യമായി പുഞ്ചരിച്ച് ഇങ്ങനെ ബിനോയ് വിശ്വത്തിന്റെ മാതിരി അതും ശരി ഇത് ശരി എന്ന് പറഞ്ഞാൽ നിൽക്കില്ല. ഒരു ശരിയുള്ളൂ അദ്ദേഹത്തിന്. അദ്ദേഹത്തിന്റെ കുടുംബത്തെ എനിക്ക് അറിയാവുന്നതാണ്. അതിന്റെ മക്കളുടെ ക്വാളിറ്റി എനിക്ക് അറിയാവുന്നതാണ്. ഞാൻ പിന്നെ അവരോട് രാഷ്ട്രീയം സംസാരിക്കാൻ പാടില്ല, മീഡിയ ഫീൽഡിലായതുകൊണ്ട് അവർക്ക് സംസാരിക്കാൻ പേടിയാ. അതുകൊണ്ട് പാലക്കാട് ജില്ലയിലെ പിന്നെ CPIയുടെ ജില്ലാ സെക്രട്ടറി ആയിട്ടുള്ള സുരേഷ് രാജ് എന്തൊക്കെയാ കാട്ടണം? സുരേഷ് രാജ് എന്നെ 2021 ഇങ്ങോട്ട് വിളിച്ചതാണ്. ഇങ്ങോട്ട് വിളിച്ചിട്ടുള്ള പരിചയമാണ് സുരേഷ് രാജേട്ടൻ. പക്ഷെ അത് കഴിഞ്ഞപ്പോൾ പിന്നെ പുള്ളിയുടെ ഓരോ കൊള്ളരുതായ്മകളും നമ്മൾ പുറത്തറിയാം. ഇവരുടെ ഈ തട്ടിപ്പും വെട്ടിപ്പും പരിപാടിയൊക്കെ നിർത്തുകയാണ് വേണ്ടത്. സുനീർ അതിനേക്കാൾ വരാൻ ഒന്നിനും കൊള്ളത്തെ വെച്ചാൽ മലപ്പുറം ജില്ലയിൽ അദ്ദേഹത്തിന്റെ കൂടെ നിൽക്കുന്ന ആൾക്കാരോട് തന്നെ ഒറ്റയ്ക്ക് വിളിച്ചു ചോദിച്ചു കഴിഞ്ഞാൽ പറയും ഓനൊരു തെറിയ പറയാന്നു. പിന്നെ ഇപ്പൊ ഞാൻ ഒരു മയപ്പെടുത്തി പറയാം, ഓനൊരു നോളയാണ് അറിയും. പാർലമെന്റിൽ കഴിഞ്ഞ കുറേക്ക് നിന്നപ്പോൾ നാട്ടുകാർ പണിയെടുക്കാണ്ടായിരുന്നില്ല. ആ രീതിയിലായിരുന്നു സുനീർ. ഈ മണിയടിച്ച് കാലത്തിനെ മണിയടിച്ച് ഈ ഗ്രൂപ്പിൽ കളിച്ചിട്ടാണ് വന്നിട്ടുള്ളത്. ഈ ബിനോയ് വിശ്വം സെക്രട്ടറി ആകുമ്പോഴും സുനീർ ഇപ്പൊ രാജ്യസഭയിലേക്ക് പരിഗണിക്കപ്പെടുമ്പോഴും CPIക്കകത്ത് നടന്നിട്ടുള്ള ചർച്ച എന്താ? കാനം പറഞ്ഞത്രേ രാജ്യസഭ ഒഴിവ് വരുമ്പോൾ സുനീറിനെ ആക്കണം, അതായത് അന്ത്യാഭിലാഷം. പിന്നെ എനിക്ക് എന്തെങ്കിലും പറ്റിക്കഴിഞ്ഞാൽ എന്റെ പിൻഗാമിയായിട്ട് ബിനോയിയെ കൊണ്ടുവരണം. ഇതെന്താ രാജഭരണോ? അടുത്ത കിരീടാവകാശിയെ നിശ്ചയിക്കാൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയല്ലേ? ഇപ്പൊ ദലൈലാമയ്ക്ക് തീരുമാനിക്കാം ദലൈലാമയുടെ പിൻഗാമി ആരാവണമെന്നുള്ളത് പൊതുമതത്തില്. ഇങ്ങനെ ചില പല രാജ്യങ്ങളിലുണ്ട്. ഇപ്പോൾ ഉത്തര കൊറിയയിലെ കിമ്മിന് അറിയാം, കിമ്മിനെ മോളെ കൊണ്ടുവരണം, അല്ലെങ്കിൽ വേറെ ആരെങ്കിലും അമ്മയുടെ കുട്ടിയെ കൊണ്ടുവരണം എന്നുള്ളത് കിമ്മിനും അറിയാം. കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കകത്ത് ഇങ്ങനെ സിസ്റ്റം ഉണ്ടോ?
PK വാസുദേവൻ നായരുണ്ടായിരുന്ന പ്രസ്ഥാന, MN ഗോവിന്ദൻ നായരുണ്ടായിരുന്ന പ്രസ്ഥാന, C അച്യുതനാരായണൻ ഉണ്ടായിരുന്ന പ്രസ്ഥാന, PS ശ്രീനിവാസൻ, ഇപ്പോഴത്തെ PS സുബാലിന്റെ പുനലൂർ MLA, അദ്ദേഹത്തിന്റെ അച്ഛൻ PS ശ്രീനിവാസൻ ഉണ്ടായിരുന്ന പ്രസ്ഥാന, E ചന്ദ്രശേഖരൻ അന്തരിച്ചു പോയി. ഇപ്പോഴത്തെ പിന്നെ കാഞ്ഞങ്ങാടത്തെ ഈ ചന്ദ്രശേഖരൻ കഴിഞ്ഞ പ്രാവശ്യം മന്ത്രിയായിരുന്നേ, അതല്ല ഞാൻ പറഞ്ഞത്, മരിച്ചുപോയ E ചന്ദ്രശേഖരൻ. VV രാഘവൻ തൃശ്ശൂരിൽ മുരളീധരനെയും കരുണാകരനെയും പരാജയപ്പെടുത്തിയ സാധാരണക്കാരനായിട്ട് ജീവിച്ച VV രാഘവന്റെ പ്രസ്ഥാനമാണ്. ഇങ്ങനെ ഒരുപാട് പേരുടെ പ്രസ്ഥാന. അണികളധികമില്ലെങ്കിലും നേതാക്കന്മാരാൾ പിന്നെ സമ്പന്നമായിരുന്ന പ്രസ്ഥാനം. അതും നല്ല കമ്മ്യൂണിസ്റ്റ് ബോധമല്ല, വളരെ പിന്നെ എളിമയുള്ള ലളിത ജീവിതം നയിച്ചിരുന്ന വിശുദ്ധത, രാഷ്ട്രീയ വിശുദ്ധത, പിന്നെ വിശുദ്ധി സൂക്ഷിച്ചിരുന്ന ആളുകളുടെ ഈ സുനീറൊക്കെ എന്തുകൊണ്ടാ രാജ്യസഭയിൽ പോയിട്ട് ഓൻ എന്ത് അലക്കുണ്ടാക്കാനാ? ഓൻ ഇംഗ്ലീഷ് 5 മിനിറ്റ് വർത്താനം പറയാൻ പറ്റൂ? വേണ്ട, വലിയ വിദ്യാഭ്യാസമുള്ള അവർ ശശി തരൂരിന്റെയും പിന്നെ ഇവരുടെയും നിർമ്മലാ സീതാരാമന്റെയും മുമ്പിൽ സംസാരിക്കണ്ട. ഞാനും ഓനും മടക്കാം. ഇച്ചറിയണ ഇംഗ്ലീഷ് ഞാൻ പറഞ്ഞോളാം. ഞാൻ എന്തായാലും വലിയ നേതാവൊന്നുമല്ലല്ലോ. അതിനൊന്നും കൊള്ളാത്ത ആൾക്കാരെങ്ങനെ കൊണ്ടുവന്ന് ഗ്രൂപ്പിസം കളിച്ച് നിൽക്കുക. എന്നിട്ട് അവിടെ ചില അനുസ്മരണ പരിപാടികൾ പാലക്കാട് ജില്ലയിൽ നടത്തി. അതിനെക്കുറിച്ച് AP അഹമ്മദ് അതിനകത്ത് പറയുന്നുണ്ട്. പാലക്കാട് ജില്ലയിൽ പിന്നെ അന്തരിച്ചു പോയ നമ്മളെ സഖാവിന്റെ പേര് ഞാൻ മറന്നുപോയി. ആ അനുസ്മരണ പരിപാടി നടത്തിയപ്പം ഇവര് പിന്നെ നടത്തിയ പരിപാടിയിൽ AP അഹമ്മദ് പോയി. AP അഹമ്മദ് പോയ പരിപാടിയിൽ 500 ആൾക്കാരുണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ അവ പോയപ്പം വിമത പ്രവർത്തനമാണത്രേ. അതേസമയം ഇവർ ഔദ്യോഗിക പക്ഷം ഈ KP സുരേഷ് രാജും ഇവരുടെ കൂടി നടത്തി. അതിൽ 50 ആൾ കൂടിയില്ല. അതാണ്. അപ്പൊ ജനമുള്ളത് ഔദ്യോഗിക പക്ഷത്തല്ല, പിന്നെ ജനം വരാതിരിക്കുകയും അപ്പുറത്ത് ജനം കൂടുകയും ചെയ്യുമ്പം ഏതാണ് യഥാർത്ഥ ഔദ്യോഗിക പക്ഷം എന്നാണ് AP അഹമ്മദ് ചോദിക്കുന്നത് പിന്നെ ഡിബേറ്റിനിടയിൽ. ഇവർക്ക് ഈ പാർട്ടിയെ വിറ്റ് പൈസ ഉണ്ടാക്കാന്നല്ലാതെ വേറൊരു പരിപാടിയില്ല. ഇപ്പൊ മുഖസിനെതിരെ ഇവർക്ക് ഭയങ്കര നീക്കാം. പട്ടാമ്പി MLA ആയിട്ടുള്ള മുഖസിനെതിരെ. മുഖസം മിടുക്കനായിട്ടുള്ള ചെറുപ്പക്കാരനല്ലേ? പിന്നെ സുനീറിന്റെ മാരിയോ പിന്നെ സുരേഷ് രാജിന്റെ മാരിയോ ഈ തട്ടിപ്പിന്റെയോ വെട്ടിപ്പിന്റെയോ അല്ലെങ്കിൽ മണിയുടെയോ രാഷ്ട്രീയത്തിന്റെയോ ഭാഗമായിട്ട് വന്നതല്ല. കക്കാനും പിടിക്കാനും പോയിട്ടില്ല. JNUവില് പിന്നെ സമരത്തിന്റെ ഭാഗമായിട്ട് കനകകുമാർക്ക് ഉണ്ടായിരുന്ന സമരത്തിന്റെ ഭാഗമായിട്ട് 2016 പിന്നെ ആ സമരത്തിന്റെ ഭാഗമായിട്ട് രാഷ്ട്രീയ രംഗത്ത് ശ്രദ്ധിക്കപ്പെട്ട ഒരാളാണ് മുഹസിൻ. അങ്ങനെയാണ് 2016 MLA ആവുന്നത്. ഇവരൊക്കെ വിചാരം എന്താ? കാലത്തിന്റെ അന്ത്യാഭിലാഷം, കാലത്തിന്റെ കോപ്പാണ്. സുനീറായിട്ടുള്ള ബന്ധം ഞാൻ കേട്ടിടത്തോളം വെച്ച് ശരിയാണോ എന്ന് എനിക്കറിയില്ല. സുനീറായിട്ടുള്ള ബന്ധം കാലത്തിന്റെ മകന്റെ അഡിക്ഷനുമായിട്ടൊക്കെ ബന്ധപ്പെട്ട് അതിനകത്ത് വേണ്ട കാര്യങ്ങളെല്ലാം ചെയ്തു കൊടുത്തത് സുനീറാണെന്ന്. സുനീർ പിന്നെ CPIയുടെ ജില്ലാ സെക്രട്ടറി ആകുമ്പോഴോട്ടെ ഞാൻ ജില്ലാ കമ്മിറ്റി ഓഫീസിൽ പോയിട്ട് സുനീറുമായിട്ട് ബന്ധപ്പെട്ട് വേറെ വിഷയമായിട്ട് ബന്ധപ്പെട്ട് അതും അന്ന് പിന്നെ നിലമ്പൂരിൽ നിന്നുള്ള CPI സഖാക്കൾ പറഞ്ഞിട്ട് നിർബന്ധപൂർവ്വം ഞാൻ പോകാം. അപ്പൊ എന്റെ ഇരുത്തം കാണണം. ഇന്ത്യൻ പ്രധാനമന്ത്രിയാണെന്ന് തോന്നും. ആ ജാടി ഒരെത്തും ആണ് നമുക്ക്. PP സുനീർ എന്നൊക്കെ പറഞ്ഞാൽ നമ്മളെ മുമ്പിൽ ഒന്നായിട്ട് കൊന്നു. രാജ്യസഭാ മെമ്പർ ആയി കഴിഞ്ഞാൽ ഓരോ പൈസ ഉണ്ടാക്കുന്നല്ലാതെ എന്താ? തട്ടിപ്പും വെട്ടിപ്പും പരിപാടി. പിന്നെ MP ഫണ്ടിന് കൊടുക്കുമ്പോൾ അതും നോക്കിക്കൊണ്ട് MP ഫണ്ടിൽ പെർസെന്റേജ് മേടിച്ചിട്ട് പിന്നെ MPക്ക് പിന്നെ മറ്റേ MP ഫണ്ട് ഉണ്ടല്ലോ. അപ്പൊ എന്താ വെച്ചാൽ ഈ 5 കോടി റുപ്യക്ക് പെർസെന്റേജ് മേടിച്ചിട്ട് വർക്ക് കൊടുക്കുക. എന്നെ ഉണ്ടാവുള്ളൂ. ഇനി നോക്കിക്കൊണ്ട് നിങ്ങൾ ഒരു സംശയം വേണ്ട. എന്തായാലും ഈ പാർട്ടിനെ ഇവിടെ നശിപ്പിക്കുകയാണ്. മറ്റൊന്ന് സമ്പാദങ്ങൾ ഇല്ലാതെയാവുന്ന രാഷ്ട്രീയത്തിന്റെ വലിയ പ്രശ്നമുണ്ട്. RSSന്റെ വേദിയിലായാലും ജമാഅത്തിന്റെ ഇസ്ലാമിയുടെ വേദിയിലായാലും ഇപ്പൊ മുസ്ലിം ലീഗിന്റെ വേദിയിലായാലും CPM കോൺഗ്രസോ BJP ഏത് പാർട്ടികളാവട്ടെ പരസ്പരം നേതാക്കന്മാർ പോകാൻ പറ്റും. ഞാൻ പറയട്ടെ, പിന്നെ AP അഹമ്മദ് പറഞ്ഞൊരു വാക്കുണ്ട് അതിനകത്ത്. ഞാൻ ആദ്യമായി EMSനെ കാണുന്നത് യുവമോർച്ചയുടെ വേദിയിലാണ്. യുവമോർച്ച നടത്തിയൊരു സംവാദ പിന്നെ വേദിയിലാണ് EMS ആദ്യമായിട്ട് പങ്കെടുത്തത്. അപ്പൊ EMSന്റെ ഒക്കെ കാലത്ത് ആ ദീർഘദർശനം ഉണ്ടായിരുന്നു. ഞാൻ ആദ്യമായിട്ട് EMSനെ കാണുന്നത്, ഞാൻ ആദ്യമായിട്ട് പിന്നെ KG മാരാർജിയെ കാണുന്നത് BJPയുടെ. അത് ഒരുമിച്ചൊരു വേദിയിലാണ് കാണുന്നത്. അത് യൂണിവേഴ്സിറ്റി യൂണിയൻ നടത്തിയൊരു പ്രോഗ്രാമിൽ പിന്നെ ഒരു പ്രോഗ്രാമിൽ ഇവരെല്ലാം ഒരുമിച്ച് പങ്കെടുക്കുക. സംവാദമായിരുന്നു, ഡിബേറ്റ് ആയിരുന്നു. മനുഷ്യർ തമ്മിൽ സംസാരിക്കാതെ എങ്ങനെ? നമ്മുടെ നാട്ടുപുറത്തെ ചായപ്പീടിയിൽ അങ്ങോട്ടും ഇങ്ങോട്ടും എന്തൊക്കെ പല പാർട്ടി പറ്റുന്നവരുണ്ടാവും. രാവിലെ ചായ കുടിച്ചിട്ട് പത്രമൊക്കെ അവിടെ ചായപ്പീടിയിലുള്ള പത്രം വായിക്കും. ഈ പത്രം വായിച്ചിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ആരോഗ്യകരമായിട്ടുള്ള ഡിബേറ്റ് നടക്കുന്നുണ്ടല്ലോ. അല്ലാതെ എതിർ രാഷ്ട്രീയം ചെയ്തിട്ട് ആശയപരമായിട്ട് തന്നെ നേരിടുന്നത് ഡിബേറ്റിലൂടെയാ. കത്തിയെടുത്ത് കുത്താൻ പോണത് അല്ല രാഷ്ട്രീയം. പിന്നെ സുനീറിനൊന്നും ആവുന്നില്ല കേട്ടോ, ഒരു രാഷ്ട്രീയവും ഇല്ല. ഇത് മാത്രമേ ഉള്ളൂ, ഇത് മാത്രം. പിന്നെ വേറെ ചില വീക്ക്നെസ്സുകളൊക്കെ ഉണ്ട്, അതിപ്പോൾ ഞാൻ പറയുന്നില്ല. അതൊക്കെ വ്യക്തിപരമായ കാര്യങ്ങളാണ്. അതിന് പോണ പെണ്ണുങ്ങൾ പോയിക്കോട്ടെ, അതൊന്നും നമുക്ക് കുഴപ്പമില്ല. സുരേഷ് രാജിനും ഇതന്നെയുള്ളൂ, വേറെ ഒരു പരിപാടിയില്ല. ഇതന്നെയുള്ളൂ. ശിവപ്പന്നി ചീർത്തമാരി ഇപ്പോൾ ചീർത്തിരിക്കുന്നുണ്ട്. അത്യാവശ്യം കായ് ഇഷ്ടം പോലെ കിട്ടുമ്പോൾ ഉണ്ടാവുന്ന കുഴപ്പമുണ്ടല്ലോ. എന്തായിരുന്നാലും ഇവർ വെച്ചിട്ടുള്ള ഇവരെ ചർച്ച നല്ല ഗംഭീരമായിരുന്നു.
ആ ചർച്ച കാണാത്തവരൊന്ന് കാണണം. പിന്നെ അതിന്റെ കണ്ടന്റ് മുഴുവൻ ഞാൻ അവിടെ പറഞ്ഞു കഴിഞ്ഞു. എന്നാലും അത് കാണണം. കാരണം വളരെ മനോഹരമായി പിന്നെ സംവാദ രാഷ്ട്രീയം ഇല്ലാതാവുന്നതിനെക്കുറിച്ചും CPI എന്ന് പറയുന്ന പാർട്ടി അഭിമുഖീകരിക്കുന്ന പ്രതിസന്ധിയെക്കുറിച്ചും ഞാൻ പറഞ്ഞ CPI എന്ന് പറയുന്ന പാർട്ടിക്ക് ഓന്റെ വാപ്പുണ്ടാക്കിയതാ ഈ മറ്റേ മലപ്പുറത്തുനിന്ന് വന്നപ്പോ ആ താടിക്കാരന്റെ, അല്ലെങ്കിൽ മറ്റൊന്റെ അച്ഛൻ ഉണ്ടാക്കിയതാ ഈ പിന്നെ ഓരോ ദിവസവും ചേർത്ത് വരുന്ന പാലക്കാട്ടുകാരന്റെ? അല്ലല്ലോ. കുറെ ബുദ്ധിമുട്ടി ഒരുപാട് ആൾക്കാരുണ്ടാക്കിയതാ. പിന്നെ ഈ ബിനോയ് വിശ്വം എന്ന് പറഞ്ഞാൽ പഞ്ഞിന്നോളയാ. പണ്ട് എനിക്ക് തോന്നുന്നു 8 വർഷം മുമ്പാണ് ഈ ചങ്ങായി റോഡരികിൽ പിന്നെ റോഡ് വികസനമായിട്ട് ബന്ധപ്പെട്ട് മാത്രമല്ല സുരക്ഷാ ഭീഷണിയായിട്ടും, കാരണം എപ്പോഴും മറിഞ്ഞു വീഴാവുന്ന ഈ കനം കുറഞ്ഞൊരു മരം ഉണ്ടല്ലോ നമ്മളെ നാട്ടിലുള്ള, എന്താ ഇതിന്റെ പേര് എനിക്കറിയില്ല, ചീനിമരം അങ്ങനെ എന്തോ ഉണ്ട്, ഈ വെള്ളം കുടിച്ച് ചേർത്ത് വെക്കും. ഇതിന്റെ കൊമ്പ് എപ്പോഴും ഒടിഞ്ഞു വീഴാം, ഇതെപ്പോഴും മറിഞ്ഞു വീഴാം. കാരണം ഇതിന്റെ വേറെ അടുത്ത് പോവില്ല. മഴ പെയ്ത് കഴിഞ്ഞാൽ അല്പം മറിഞ്ഞു വീഴും, കാറ്റടിച്ചത് പൊട്ടി വീഴും. പിന്നെ റോഡ് വികസനത്തിന് തടസ്സവും. റോഡ് ഉണ്ടാക്കുമ്പോൾ റോഡ് വീതി കൂട്ടുമ്പോൾ മരത്തിനെ നടുവിൽ എടുത്തിട്ടുണ്ടാക്കാൻ പറ്റുമോ? ഇത്രയും വലിയ മരത്തിന് ഇതെന്താ ഇലക്ട്രിക് പോസ്റ്റോ അല്ലെങ്കിൽ ചെടിയോ അലങ്കാര ചെടിയോ? വാകയൊക്കെ ആണെങ്കിൽ പറ്റും. അപ്പൊ ഈ മരം വെട്ടാൻ നേരത്ത് ഈ ചങ്ങായി വന്നിട്ട് നാടകം ഇവന് മാത്രമേ ഉള്ളൂ പരിസ്ഥിതി സ്നേഹം, വിനോവിശ്വം. അതുകൊണ്ടാണ് പറഞ്ഞത് ഭൂലോക ഫ്രോഡ്. ഇങ്ങനെ വന്നിട്ട് മരത്തെ കെട്ടിപ്പിടിച്ചിട്ട് വെട്ടാൻ ഞാൻ സമ്മതിക്കൂലെന്ന് പറഞ്ഞു. കേട്ടത് ശരിയാണെങ്കിൽ ശിവൻകുട്ടി കാരണത്തോടെ ഒറ്ററ്റിരിച്ചു അവിടെ നിന്ന് പറഞ്ഞു. ഇപ്പോഴത്തെ നമ്മുടെ മന്ത്രി ശിവൻകുട്ടിയുടെ രാഷ്ട്രീയ ജീവിതത്തിൽ ചെയ്തിട്ടുള്ള ഒരേ ഒരു നല്ല കാര്യം അതാണെന്ന് എനിക്ക് തോന്നുന്നത്. ഞാൻ ഈ സക്രിയയെ കുറിച്ച് പറയുന്ന പോലെ, സക്രിയ പണ്ട് യേശുദാസിനെ കല്ലെറിഞ്ഞ ആണല്ലോ, നമുക്കറിയാലോ. ചെരുപ്പറിയാൻ്റെ എന്ത് ചെയ്തിട്ടില്ല നമ്മൾ എഴുത്തുകാരൻ സക്രിയ ആകെ ചെയ്യാൻ ശ്രമിച്ചിട്ടുള്ള. സക്രിയയുടെ എഴുത്തൊന്നും എനിക്ക് വലിയ ഇഷ്ടമൊന്നുമില്ല. പിന്നെ ബാക്കിയുള്ള ഇടപെടലുകളും വലിയ ഇഷ്ടമൊന്നുമില്ല. കാരണം ചിലപ്പോൾ ഇന്ന് പറഞ്ഞത് നാളെ മാറ്റി പറയും. പക്ഷേ സക്രിയയുടെ ജീവിതത്തിൽ സക്രിയ ഏറ്റവും ചെയ്ത നല്ല കാര്യങ്ങൾ ഒന്ന്, കാരണം ഇയാൾക്ക് കുറച്ച് അഹങ്കാരം കൂടുതലായിരുന്നു. ആ ഏറെറിഞ്ഞതാണെന്നുള്ള അഭിപ്രായക്കാരനാണ് ഞാൻ. അതേമാതിരി തന്നെ ശിവൻകുട്ടിന്റെ ഇത്രയും കാലത്തെ ജീവിതത്തിനിടയിൽ രാഷ്ട്രീയ ജീവിതത്തിലും പൊതുജീവിതത്തിലൊക്കെ ചെയ്തിട്ടുള്ളതും ഈ ചങ്ങായിന്റെ കാരണക്കുട്ടിക്ക് 1.5 കൊടുത്തു. അപ്പൊ പിന്നെ ഓന്മാരത്തൊന്ന് കൈവിട്ട്. കാരണം അട്ടിട്ടി തന്നെ പേടിയായി. പ്രവർത്തനമൊന്നും പോകാൻ ധൈര്യമൊന്നുമില്ല. അത് ഇവനും ഇല്ല, സുനീറിനും ഇല്ല, സുരേഷ് രാജിനും ഇല്ല, ഈ പറഞ്ഞ ഒരു പട്ടിയേക്കും ഇല്ല. ഉള്ള കാര്യം പറയാം. എന്തായിരുന്നാലും CPI എന്ന് പറയുന്ന ഒരു പ്രസ്ഥാനത്തിന്റെ ഇപ്പോഴത്തെ അവസ്ഥയിൽ ഭയങ്കര സങ്കടമുണ്ട്. വെളിയം ഭാർഗവൻ, CK ചന്ദ്രപ്പൻ, VV രാഘവൻ, PS ശ്രീനിവാസൻ, E ചന്ദ്രശേഖരൻ, PK വാസുദേവൻ നായർ, C അച്യുതമേനോൻ, MN ഗോവിന്ദൻ നായർ, ഇങ്ങനെയുള്ള ഒരുപാട് പേരുകൾ ആലോചിക്കുമ്പോൾ ഒരു സങ്കടം തോന്നും. PS ശ്രീനിവാസൻ ഒരു ക്വാളിറ്റി ഇല്ലാത്ത ഇമാതിരി ചവറുകളെ, ഇംഗ്ലീഷിൽ 4 വർത്താനം പറയാൻ അറിയാത്തവനെ ബാക്കിയുള്ള കഴിവുള്ള ആൾക്കാരെ പ്രകാശ് ബാബുവിനെ പോലെ ഉള്ളവരെ മറികടന്നിട്ട് രാജ്യസഭയൊക്കെ ചെയ്യാം. കാരണം കാനഡായതിന്റെ അധ്യാപരാശം ഇത് കാനഡായതിന്റെ മകന്റെ മറ്റേ ഈ സാധനങ്ങളെല്ലാം, ഈ പിന്നെ നാർക്കോട്ടിക് സാധനങ്ങളെല്ലാം ഒന്ന് പിന്നെ കൈകാര്യം ചെയ്തത് ഇവനാ. അതിന്റെ അത് പെട്ടി പിടിച്ച് ഇറക്കിയിരുന്നു വീട്ടില്, അടുക്കളക്കാരനായിരുന്നു. അങ്ങനെയാണ് നേതാവായത്. അങ്ങനെയാണ് ഈ അസിസ്റ്റന്റ് സെക്രട്ടറി ആവണമൊക്കെ. ഓനൊക്കെ പിന്നെ എന്ത് കേസ് കൊടുത്താൽ ഇച്ചിരി തേങ്ങയില്ല. ഓനെതിരെ വന്നാൽ പിന്നെ ഇത് ഞാൻ ഒറ്റയ്ക്കല്ല, ഞാൻ മാധ്യമങ്ങളെ കൊണ്ട് തന്നെ ഏൽപ്പിക്കും, ഓൺലൈൻ മാധ്യമങ്ങളെ കൊണ്ട് തന്നെ. ഓനെന്നെ അറിയാണ്ടാ പിന്നെ മരത്തമ്മ കെട്ടിപ്പിടിച്ചിരിക്കുക ജാതി ഊളകള്. സത്യം പറഞ്ഞാൽ സങ്കടം വരും ഇതൊക്കെ ഈ ഒരു പ്രസ്ഥാനത്തെ നശിപ്പിക്കുമ്പോൾ. എന്നിട്ട് AT അമ്മേനെ പോലെ ഇത്രയും കഴിവുള്ള ഒരാളെടുത്ത് ഒഴിവാക്കി മാറ്റി നിർത്തി. അതായത് ബുദ്ധിയുള്ള ഒരാൾ ഈ പാർട്ടിയിൽ വേണ്ട. സത്യം പറഞ്ഞ കാനൻ രാജേന്ദ്രൻ എന്ന് പറയുന്നത് CPIയിലെ പിണറായി വിജയനായിരുന്നു, ഏകാധിപതി. KS മാലിക് അത്ര ത്യാഗം സഹിച്ചു വന്നിട്ടുള്ള ആൾക്കാരാ. VV രാഘവൻ അത്ര ത്യാഗം സഹിച്ചു വന്നതാ. PS ശ്രീനിവാസൻ അത്ര ത്യാഗം സഹിച്ചു വന്നതാ. ഈ ചങ്ങായി എന്ത് ത്യാഗം സഹിച്ചേ? സുഗലോലുപൻ, കച്ചവടക്കാരൻ, ചത്തുപോയി നിന്നിട്ട് ഒരുത്തനും വിശുദ്ധനാവണില്ല. മരണം കൊണ്ട് ഒരാളും വിശുദ്ധനാക്കപ്പെടുന്നില്ല. പ്രസ്ഥാനത്തെ പിന്നെ ഒരു കമ്മ്യൂണിസ്റ്റ് ഐഡിയോളജിയെ നശിപ്പിച്ചവരാണെങ്കിൽ നശിപ്പിച്ചു തന്നെ പറയുക. കച്ചവടം നടത്തിയവരെ കച്ചവടക്കാരെന്ന് പറയാം. അവനെ രാഷ്ട്രീയക്കാരെന്ന് വിളിക്കാൻ പറ്റില്ല. എന്തായിരുന്നാലും തൽക്കാലം എത്രയൊക്കെ മതിയെന്ന് കരുതുന്നു. കാരണം ഇവരൊക്കെ എന്തായാലും എന്റെ സാധനങ്ങളൊക്കെ കാണുന്ന ആൾക്കാരാണ് ഇവരെല്ലാം. കാണട്ടെ അവരെ തീരുമാനം എടുക്കണമല്ലോ. അതിനകത്ത് അവരെന്താ ചെയ്യാന്നുള്ളത് നമുക്ക് അറിയാമല്ലോ. ഇടയ്ക്ക് ഡിഫാമേഷൻ കൊടുക്കുക, പിന്നെ പരാതി കൊടുക്കുക, അതൊക്കെയല്ലേ. അപ്പൊ നമ്മൾ ഇതിന്റെ വൈത്താലല്ലോ കൂടുക. മേറമ്മ കൊടുത്തു, മേറമ്മക്കെതിരെ പിന്നെ ഞാൻ 3-4 സാധനം ഇട്ട് ഇച്ചു ഒന്നൊരു തേങ്ങയല്ല, മലപ്പുറത്തെ ഭാഷയിൽ പറഞ്ഞാൽ. ഓക്കെ, ഗുഡ് നൈറ്റ് കാക്കളെ.